1000 കോഴിയുടെ 80,000 രൂപ കിട്ടും. ഒരു കോഴിയിലൊരു 80 രൂപ കിട്ടും. നമ്മളെ ഷോപ്പിൽ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും കുറേ 80 രൂപ കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പുണ്ട്. എത്ര ഉണ്ട് ഇപ്പോഴും? എനിക്ക് 5 ഷോപ്പുണ്ട്. 5 ഷോപ്പുണ്ട്. 5ലോട്ടും ഈ കോഴിക്കുഞ്ഞുങ്ങൾ തികയാറുണ്ടോ? തികയുന്നില്ല. വെളിയിൽ എടുക്കുന്നുണ്ട്. ഞാൻ 37 മുതൽ പിടിച്ചോളാം. 37 ദിവസം കൊണ്ട് പിടിച്ചു തുടങ്ങും. നമ്മൾ ഡേ ഓൾഡിനല്ലേ കൊണ്ടുവരുന്നത്? ഏതിന്റെ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? കോയമ്പത്തൂർ, നാമക്കല്ലോ? ഞാൻ ആദ്യമേ എടുത്തോണ്ടിരുന്നത് കോവറിലായിരുന്നു. ഓക്കെ. ഈസ്റ്റർ വാച്ചിൽ എനിക്ക് വെയിറ്റ് കിട്ടിയില്ല. ഓക്കെ. ഇത് പല കമ്പനിയുടെ ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് ഒരു ആവറേജ് നമുക്കൊരു 45 ദിവസം അല്ലേ പറയുന്നത്? 45 ദിവസം നമ്മൾ ഇടാറില്ല. ഇല്ല. ഓക്കെ. ഓക്കെ. നമ്മളൊരു 37 മുതൽ പിടിക്കും. അപ്പൊ 37 ആകുമ്പോൾ ആവറേജ് എന്നാ തൂക്കം കിട്ടുന്നുണ്ട്? 37 ആകുമ്പോൾ നമുക്കൊരു 900, 200 വരെ മാക്സിമം കിട്ടും. 40-42 ദിവസം വരെ ഉള്ളതിന്റെ മീറ്റ് കഴിക്കാൻ നമുക്ക് നല്ലൊരു ഇളം ടെൻഡർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട്. അത് ഞാൻ ഹാർഡാവും അല്ലേ? ഓ ശരി. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് 40 ദിവസത്തിൽ പിടിക്കുന്നത്. ഇപ്പോഴും നമുക്ക് 53 രൂപയാണ് ജിക്സിന്റെ വില. ഇപ്പൊ 53 രൂപയാണ് ജിക്സിന്റെ വില. ഓക്കെ. നമുക്ക് ഇപ്പൊ റീറ്റെയിൽ 170 ഉണ്ട് ഇവിടെ അല്ലേ? 168 സംതിങ് ഉണ്ട്. ഫാം വില എന്തോ വരുന്നുണ്ട്? ഫാമില എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് 150 കിട്ടുന്നുണ്ടോ? ഇല്ല. 128 അത്രേ ഉള്ളൂ. ഫാം റേറ്റ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ലാഭമുള്ള ബിസിനസ് തന്നെ. ഓ ശരി. തീർച്ചയായും ഞാൻ 10 വർഷം കൊണ്ട് ചെയ്യുന്നതാണ്. ഓ ശരി. ഞാൻ വെളിയിൽ ലാൻഡിയുടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം 10 വർഷം തുടങ്ങി. ഓ ശരി. നമ്മൾ തുടങ്ങുന്നവർ നിർത്തിയിട്ടില്ല. ആ സ്വന്തം ഷോപ്പുകളുണ്ടല്ലേ ലാഭം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നഷ്ടമാണ്. ഇല്ലെങ്കിൽ ചില നല്ല ലോസ് വരാറുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ചേട്ടനെ പോലെ 5-6 കടയാലും 5-6 1-2 ഒരു കടയാലും മതി. നമ്മൾ വളർത്തുന്ന കോഴിയെ നമ്മളായിട്ട് ലാഭമാണ്, നഷ്ടമില്ല. ഓക്കെ.